മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ഹെവൻസ് പ്രീ സ്കൂൾ മലപ്പുറം നോർത്ത് മേഖല കായികമേളയിൽ 86 പോയിന്റ് നേടി പൂപ്പലം ഹെവൻസ് ഓവറോൾ ചാമ്പ്യന്മാരായി. മേലാറ്റൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന മേളയിൽ 12 സ്കൂളുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. Melatur, Aiza Meher of Pandikar, Aira Mariam of Pukatora are requested to be on victory stand immediately. Winners, please be on victory stand immediately. നാല് കാറ്റഗറികളിലായി 9 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. 37 പോയിന്റുമായി മേലാറ്റൂർ ഹെവൻസ് റണ്ണറപ്പും 33 പോയിന്റുമായി കൂട്ടിലങ്ങാടി ഹെവൻസ് മൂന്നാമതുമെത്തി. ഹെവൻസ് ഡയറക്ടർ CA മൂസിൻ മേള ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ K അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ഹെവൻസ് മേലാറ്റൂർ ഡയറക്ടർ P അബ്ദുൽ കരീം, സംഘാടക സമിതി ചെയർമാൻ P സമീർ, ഹെവൻസ് മേലാറ്റൂർ പ്രിൻസിപ്പൽ A സഹല എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ P സമീർ അധ്യക്ഷത വഹിച്ചു. ഹെവൻസ് മേലാറ്റൂർ ഡയറക്ടർ P അബ്ദുൽ കരീം, സ്കൂൾ ചെയർമാൻ KT ഉസ്മാൻ, പ്രിൻസിപ്പൽ K അബ്ദുൽ കരീം, TK ഹനീഫ, TK അബ്ദുസമദ, KV അബ്ദുന്നൂർ, KT ഉസ്മാൻ, ഹെവൻസ് പ്രിൻസിപ്പൽ S സഹല എന്നിവർ സമ്മാന വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. My dear parents, my dear little champions, can you hear me? Little champions, എൻ്റെ കൊച്ചു ചാമ്പ്യൻസ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ വന്നത്? സ്പോർട്സിൽ പങ്കെടുക്കാൻ. ഇറ്റ്സ് ഓക്കെ. ഇൻഷാ അല്ലാഹ് ഹെവൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് ഇവന്റ് സംഘടിപ്പിക്കുകയാണ്. അതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, എസ്പെഷ്യലി ഉത്തരമേഖലയിലെ കാസർഗോഡും വയനാടും കണ്ണൂരും കോഴിക്കോടും ഒക്കെയുള്ള ഭാഗങ്ങളിലെ ഹെവൻസ് സ്കൂളിലെ കുട്ടികളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ ഈ പ്രദേശത്ത്, ഈ റീജിയണിൽ, ഈ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്പോർട്സ് ഇവന്റ് അത് നടത്താൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അതിഥേയ സ്ഥാപനമായിട്ടുള്ള ഇർഷാദ് സ്കൂള് അങ്കണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇതിനെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ ധൈര്യം കാണിച്ച, ഈ രീതിയിൽ ഇതിനെ സജ്ജീകരിച്ച ഇതിന്റെ സംഘാടക സമിതിയിലെ എല്ലാവരെയും ഞാൻ ആദ്യഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.